Abba love and cookie stories. ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് പുതിയൊരു റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ സാമ്പാറാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അതും നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള നല്ല നാടൻ രീതിയിലുള്ള വറുത്ത് പൊടിച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ നമ്മുടെ ഓരോ വീട്ടിലും, അതായത് ഓരോ വീടുകളിലും ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സാമ്പാറുണ്ടല്ലോ, അത് പല പല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പല രീതിയിലും പല വെറൈറ്റി ഇൻഗ്രീഡിയൻസുകളും വെച്ചിട്ടായിരിക്കും ഓരോ വീടുകളിലും സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഉമ്മച്ചി പല രീതിയിലുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു സാമ്പാറാണ് കേട്ടോ ഇത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സാമ്പാർ പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ പാക്കറ്റ് സാമ്പാർ പൊടിയേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സാമ്പാർ പൊടി കിട്ടും. അതുമാത്രമല്ല കേട്ടോ, ഈ ഒരു സാമ്പാറിന് പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം വെജിറ്റബിൾസ് ഒന്നും ഉമ്മച്ചി ഉപയോഗിക്കാറില്ല കേട്ടോ. അധികം ഉപയോഗിക്കാറില്ല എന്ന് വെച്ചാൽ ഒരു മുരിങ്ങക്കായ, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, ഞാനൊരു ചെറിയ കഷ്ണം മത്തനും, അതുപോലെ തന്നെ ഒരു 100 ഗ്രാം അളവിൽ വെണ്ടക്ക കൂടി ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ആവശ്യത്തിനുള്ള ആ ഒരു പരുവത്തിലൊന്നും മുറിച്ചെടുത്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് കുറച്ച് പരിപ്പ്, ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ പരിപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിലോട്ട് നമുക്ക് ഒരു ചെറിയൊരു സവാളൻ്റെ കഷ്ണം ഇതുപോലെ ഒന്ന് വലിയ പീസസ് ആയിട്ട് മുറിച്ചെടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. ഇതാണല്ലോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് ഉമ്മച്ചിക്ക് പറഞ്ഞു കൊടുത്തത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ, ഈ ഒരു സാമ്പാർ പൊടി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഒരുപാട് കാലമായി ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഒരു പൊടിയാണ്. ഇത് കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും. ഇതിപ്പോൾ ഞാനൊരു 8 പേർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരളവിലാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഏകദേശം ഒരു 8 വറ്റൽമുളക്, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി, ഒരു 1/4 ടീസ്പൂണ് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും 1/4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. നമ്മുടെ ഈ ഒരു സാമ്പാറൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു പ്രതീതി നമുക്ക് ഇപ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അത്രയും നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസുകളെല്ലാം കൂട്ടിയിട്ട് നമ്മളിതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ ഇത് പൊടിച്ച് കഴിഞ്ഞ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയെടുത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം കേട്ടോ. ഇതിൻ്റെ വറവ് എത്തിയോ അറിയാനായിട്ട് നമ്മുടെ ആ മല്ലിയൊക്കെ ഉണ്ടല്ലോ, മല്ലി നന്നായിട്ട് പൊട്ടി വരും. അതുപോലെ തന്നെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഉലുവ ഉണ്ടല്ലോ, നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയം വരെയാണ് കേട്ടോ നമ്മൾ കൈവിടാതെ ഇതിനെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ സാമ്പാർ കൂട്ടിയിട്ട് എന്ത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കാനായിട്ടും. നമ്മൾ സാധാരണ വീട്ടിൽ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉച്ചത്തേക്കും അതേ സാമ്പാർ തന്നെ ആയിരിക്കും. അതല്ല, ഉച്ചത്തേക്കാണ് സാമ്പാർ എങ്കിൽ നമ്മുടെ വീട്ടിൽ അടുത്ത ദിവസം ഇഡ്ഡലിയോ ദോശയൊക്കെ ആവും. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കട്ടക്കായം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കട്ടക്കായാണ് കേട്ടോ ഈ ഒരു സാമ്പാർ പൗഡറിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും നമുക്കിതിനെ വറുത്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റുകളൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു പരുവത്തിലായി കിട്ടിയപ്പോൾ ഞാനിത് കോരി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കായം കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ഒന്നും കൂടി ഞാനൊന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് മാറ്റി വെച്ചത്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ. മലബാറുകാർക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ എന്ത് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ചൊരു തേങ്ങ ഇട്ടാലേ നല്ലൊരു റാഹത്താവുള്ളൂ കേട്ടോ. അപ്പോൾ അതിലോട്ട് ഒരു 4-5 ചെറിയ ഉള്ളിയും ഒരു 3 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞ് ഇത് വേണ്ട, തേങ്ങ ചേർക്കണ്ട, നമുക്ക് സാധാരണ ഈ പൊടി മാത്രം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞ് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവുമെന്ന്. അപ്പോൾ നമ്മൾ മലബാറുകാർ ഇതേ രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത്. മറ്റുള്ള പൊടികൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഞാൻ കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പച്ചക്കറികളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പച്ചക്കായ പറയാനായിട്ട് മറന്നിട്ടുണ്ട്, പച്ചക്കായും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഈ സമയം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളി പച്ചമുളക് അതും കൂടി ഈ സമയം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതിനൊന്ന് വേവിച്ചെടുക്കുക. അതേസമയം തന്നെ നമ്മുടെ തേങ്ങ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്ത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറിലായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു പരുവത്തിലായി കിട്ടിയപ്പോൾ ഞാൻ ആ പൊടികളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ചൂടാറുന്നതിൻ്റെ മുമ്പ് ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത് പൊടിച്ചെടുത്ത സമയത്ത് തന്നെ ഇതിങ്ങനെ എന്ത് നല്ല സ്മെല്ലാണെന്നറിയോ. ഇത് നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാനായിട്ടും പറ്റും. പക്ഷേ ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് ഇതേ രീതിയിൽ നമ്മൾക്ക് അത്യാവശ്യത്തിനുള്ള ആ ഒരു രീതിയിലുണ്ടല്ലോ ഒന്ന് പൊടിച്ചെടുക്കും. എന്നിട്ട് ഇതുപോലെ ഫ്രഷായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു രുചി വേറെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് ഇവിടെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ ജാറിലോട്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ തേങ്ങ ഒന്ന് വറുത്തെടുത്ത് അതും കൂടി അരച്ചെടുക്കുക. ഇനി നമുക്ക് 2 വിസിൽ വന്ന് സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞാൽ കുക്കർ ഞാനൊന്ന് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു രീതിയിലൊക്കെ നമുക്കിത് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം എല്ലാ ഭാഗത്തോട്ടും ഒന്ന് കമ്പൈനായി കിട്ടുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കതിലോട്ട് ആ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഓരോ സ്പൂണായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കൂടാതെ ശ്രദ്ധിക്കണം, കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സാമ്പാർ ഒരു കട്ടി പരുവത്തിലാവും. അപ്പോൾ ചില ആളുകൾക്ക് നല്ല കട്ടിയുള്ള ഒരു പരുവത്തിലായിരിക്കും സാമ്പാർ ഇഷ്ടം. എനിക്ക് അധികം കട്ടിയില്ലാതെ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ടാണ് സാമ്പാർ കഴിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുത്ത് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്ത് അങ്ങനെ ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് എനിക്ക് ആവശ്യത്തിനുള്ള ആ ഒരു രീതിയിൽ ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് അതിലോട്ട് ഞാൻ വാളംപുളി പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സമയത്താണ് വെണ്ടക്ക കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ ആ തേങ്ങ അരപ്പുണ്ടല്ലോ, നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ള ആ തേങ്ങ അരച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഇനി ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിനെ മിക്സാക്കി കൊടുത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണ്ട, ഒന്ന് തിളച്ചാൽ മതി. ഇതിങ്ങനെ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തതാണെന്ന് മാത്രം. അപ്പോൾ അത് തിളക്കുന്നുണ്ട് അവിടെ കിടന്നിട്ട്. അതേസമയം തന്നെ ഞാൻ താളിച്ച് വയ്ക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലോട്ട് കടുകിട്ട് കൊടുത്ത് വറ്റൽമുളക് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. സാമ്പാർ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നല്ല രീതിയിൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിയിലയും അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ പച്ചയിലായിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് നമ്മുടെ ആ വറവ് നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ടാവും ഈ സമയം. ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള സാമ്പാർ തയ്യാറായി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ഇഡ്ഡലി, ദോശ, വെള്ളപ്പം എന്തിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത് ബ്രേക്ക്ഫാസ്റ്റിനാണ്. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലി, ദോശയുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ദോശയായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഇഡ്ഡലി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ആ ഒരു രണ്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 8 പേർക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ലൊരു കൺസിസ്റ്റൻസിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനായിട്ടും മറക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്